ഇത് കൊള്ളാലോ. ഇവിടെ എപ്പോഴാ ഇത്രയും സ്മൂത്ത് റോഡായത്? ഇതിലൂടെ സ്കൂട്ടർ ഇപ്പൊ വെണ്ണ പോലെ ഓടുകയാ. ആരാ നീ? ഓ സാർ, എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബസ്സിലും ട്രെയിനിൽ കയറാൻ എനിക്ക് വളരെ പേടിയാണ്. ടിക്കറ്റ് എടുത്ത് കയറി എന്നിട്ട് പേടിയൊക്കെ മാറും. നീയാണല്ലേ ഈ ചുമരിൽ ചിത്രം വരച്ചു വെച്ചത്? അല്ലല്ല, ഞാനല്ലല്ലേ. ആ, ഞാൻ തന്നെയാണ് സാർ അത് വരച്ചത്. സാർ, അല്ല, സാറിന്റെ മുഖത്തെന്തോണ്ടല്ലോ. കണ്ണാടിയിലേക്ക് നോക്കൂ. നിക്ക്, നഗരത്തിലുള്ളവരെ ശല്യം ചെയ്യുന്നോ? അല്ലല്ല, ഞാനല്ല. ആ, വരക്കാറുണ്ട്. വളരെ ടാലന്റഡായ പെയിന്ററാണ് സാർ. പെയിന്റിംഗ് എന്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, ജീവാത്മാവും പരമാത്മാവുമാണ് സാർ. എന്റെ മമ്മയും പപ്പയുമാണ്. അല്ല, നീ എന്തിനാ പേടിക്കുന്നേ? നാട്ടുകാരെന്ത് വിചാരിക്കും? ഈ ഹണിയുടെ കൂടെ താമസിച്ചിട്ടും ഇതുവരെ നിനക്ക് ധൈര്യമില്ലെന്ന്. വല്ലാത്ത നാണക്കേട് തന്നെയാണ്. അത് ശരി, നിനക്കപ്പ ആരെയും പേടിയില്ലല്ലേ? ആരെയും പേടിയില്ല. പേടി എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ പോലും ഇല്ല. അതെന്താ? എന്താണെന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി അല്ലേ ഉള്ളത്. ഇപ്പഴും നീ ഒരു കൊച്ചു കുട്ടിയെ ഹണി. എന്റെ അമ്മച്ചി, ഏതാ ഹണി? എന്റെ പേര് പങ്കജ് എന്നാണ്. എന്താ കാര്യം? നിങ്ങൾ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ഇത് ബണ്ണിയുടെ ശബ്ദമാണല്ലോ. പുലി ബണ്ണിയെ തിന്നു കളഞ്ഞു. വൈഫൈയുടെ പാസ്വേഡ് ബണ്ണിക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ പുലി. ആരുമില്ലേ ഇവിടെ? പുറത്താകെ പളപളാന്ന് മിന്നുന്ന വെയിലാണ്. ഇതെന്റെ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. അടികൈ പുലി, പോ, പോ, പുലി. ഒരു മുറിയിൽ 4 പേര് ചേർന്ന് ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന കണ്ടില്ലേ? അത് പുലിയാണ്, അല്ലാതെ സോർദാറിന്റെ അമ്മാവനല്ല. കാര്യം എന്താന്ന് മനസ്സിലായില്ലേ? എന്റെ ചങ്ങാതിമാരെ, നിങ്ങളിങ്ങനെ പേടിക്കാതെ നിക്കവിടെ. ലെഫ്റ്റിലേക്ക് പോ. അല്ല, നമ്മൾ പോവേണ്ടത് റൈറ്റിലോട്ടാണ്. ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോഴൊക്കെ അബദ്ധം പറ്റാറുണ്ട്. എടാ, ഒന്ന് മിണ്ടാതിരിക്ക്. ഞാൻ ബണ്ണിയാണ്, ബണ്ണി. നിക്ക്, ഞാൻ ഏതായാലും ഒന്ന് നോക്കട്ടെ. നിന്റെ തോളിന്റെ താഴെ വല്ല അടയാളം ഉണ്ടോ? ഇല്ല. ബണ്ണിയുടെ തോളിന്റെ താഴെയോ അടയാളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീ ബണ്ണി തന്നെയാണ്. ബണ്ണി പുലിയായത് ഏതായാലും നന്നായി. ഇനി എല്ലാ പാലും ഞാൻ ഒറ്റയ്ക്ക് കുടിക്കല്ലോ.
ബണ്ണി നീ എന്തിനാ പുലിയുടെ വിഷത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? എന്റെ കൂട്ടുകാരെ, എന്നെ ഒരു കുരങ്ങൻ വഴിയിൽ വെച്ച് പുലിയെ പോലെ പെയിന്റ് ചെയ്തായിരുന്നു. ഓ അത് കുഴപ്പമില്ല. ഇനിയിപ്പോ നീ ഏതായാലും പുലിയായല്ലോ. നീ എന്റെ കൂടെ വാ. അത് മൃഗശാലയുടെ വാൻ. അയ്യോ, വരൂ എന്റെ മകനെ, ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരമായി കാത്തിരിക്കുന്നു അറിയാമോ? ഞാൻ ഇയാളുടെ മോനാണെന്ന് വിചാരിച്ചേ. ഓ നോ. അതോ നോക്ക്, ദാ അവിടെ. എല്ലാവരും കൂടിന്റെ അടുത്ത് മാറി നിൽക്ക്. നീ ബണ്ണിയെ പഴയതുപോലെ ആക്കിയിട്ട് പോയാ മതി. സംശയമുണ്ടോ? ഞാനല്ല. പക്ഷേ എന്റെ കളറുകളെല്ലാം തീർന്നു പോയി സാർ. അതുകൊണ്ട് ഞാനിപ്പോ വേറെ കളർ മേടിക്കാൻ പോവുകയായിരുന്നു. പിള്ളേരെ, വലിയ ആനകളെ പോലും ചെറിയ തോട്ടി കൊണ്ട് തളയ്ക്കാനാകും. ഈ കുരങ്ങന്റെ ആവശ്യമില്ലാതെ ബണ്ണിയുടെ കളർ നമുക്ക് കഴുകിക്കളയാനും ആകും. അടികൈ. നിങ്ങൾക്കെന്താ വട്ട് പിടിച്ചോ? ബക്കറ്റ് കോരി വെള്ളം ഒഴിച്ചാ പോരായിരുന്നോ? അതെ, ഈ ഇഞ്ചി ഒന്ന് കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? ഭയങ്കര എരിച്ചില്ല അനിയാ. അത് കൊള്ളാലോ. അപ്പൊ പണ്ടുള്ളവര് പറഞ്ഞത് വളരെ ശരിയാ. നീ എന്താ ഇങ്ങനെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുന്നതെന്ന്. എനിക്കറിയാം ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന്. എന്റെ മോനെ. അതെ കൊരങ്ങച്ച, നീ ഇപ്പൊ ഒരു പാഠം പഠിച്ചില്ലേ? പഠിച്ചു. ഞാനൊരു പാഠം പഠിച്ചു സാർ. അത് കാലക്കി. പണ്ട് ദൈവം പിന്നീട് വെച്ചിരുന്നത് ഇപ്പോ എല്ലാം നേരത്തെയാണ്. ബണ്ണിക്ക് സ്വന്തം രൂപവും തിരിച്ചു കിട്ടി. പുലിയുടെ കുട്ടി കുരങ്ങനാണ്. അടികൈ. നാട്ടിൽ മുഴുവൻ കൊറോണയെ കുറിച്ചാണ് ചർച്ച. ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങി. ഇനി 6 അടിക്കും തീർച്ച. മാറുന്നല്ല, അടി 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 കഴിയുന്നാണ്. എടാ, ഞാൻ പറഞ്ഞത് ഇവിടുന്ന് മാറി നിൽക്കാനാ. ഞാനൊന്ന് ബാറ്റ് ചെയ്തോട്ടെ. ശരി, കണ്ണ സാർ ബാറ്റ് ചെയ്തോട്ടെ. കണ്ണ സാറിന് എന്റെ ബോളിങ്ങിനെ കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ബോളിൽ 3 വിക്കറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. ഒരു ബോളിൽ 3 വിക്കറ്റോ? അതെങ്ങനെ? അത് പിന്നെ എന്റെ കയ്യിൽ ഒരു വലിയ ക്രിക്കറ്ററുടെ സൈനുള്ള ബോൾ ഉണ്ടായിരുന്നു.
അപ്പൊ ഒരു ബോളർ പറഞ്ഞു ബോള് തന്നിട്ട് 3 വിക്കറ്റ് എടുത്തോളാൻ. അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തു. ഒരു ബോളിൽ 3 വിക്കറ്റ്. വരൂ, ബാക്കിയുള്ളവരെല്ലാം ഫീൽഡ് ചെയ്തോളൂ, ഞാൻ പോയി ബോൾ ചെയ്യാം. നീ ഇപ്പൊ ചെയ്യുന്നത് വലിയ പാടുള്ള ജോലിയാണോ? നീ പറ, വേണമെങ്കിൽ ഞാൻ ഈ ബോൾ ഇടാം. ഇവൻ ഈ ഇടന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതെന്താ ഉപ്പ മറ്റുമാണോ? നീ പറ, ഞാൻ വേണമെങ്കിൽ ബോൾ വലിച്ചെറിയാം. ഇതെന്താ വല്ല വേസ്റ്റും ആണോ വലിച്ചെറിയാനായിട്ട്? നീ പറ. ഏയ്, ഇനി ഒന്നും പറയണ്ട, ആരും ഒന്നും മിണ്ടണ്ട, ബോൾ എറിയാൻ നോക്കണേ. ഏഹേയ്! ആരുടെയോ പൈജാമ അകത്ത് വീണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ വള്ളിക്ക് ഇത്രയും നീളം ഉണ്ടായിരുന്നോ? എടാ, അതിനെ കയ്യിൽ നിന്ന് കള, അത് വള്ളിയല്ല, പാമ്പാടാ, പാമ്പ്. ഏ? ആ? ആ, ഐ. അയ്യോ, പേടിക്കണ്ട, പേടിക്കണ്ടെന്നേ. നിങ്ങളിങ്ങനെ പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് പേടിച്ചോടണ്ട. ഞാൻ വീട്ടിൽ നിന്ന് തല്ലുണ്ടാക്കിയിട്ട് വരുന്ന വഴിയാ. ഉള്ള ദേഷ്യമൊക്കെ അങ്ങ് പോയി ഏട്ടാ. ഇനി നിങ്ങൾ പേടിക്കണ്ട. എന്റെ അമ്മോ, പിശി പിശി. എടോ, തന്റെ ശരീരത്തിൽ ഒരു ആംസ് പോലും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ ശബ്ദമൊക്കെ എവിടുന്ന കേൾക്കുന്നത്? പിസ് പിസ്. എടാ പീക്രി പയ്യ, എനിക്ക് കയ്യെങ്ങാനും ഉണ്ടായിരുന്നെ നിനക്കിട്ട് ഞാൻ നല്ല തന്നേനെ. അല്ല പിന്നെ പിസ് പിസ്. അല്ല, നിങ്ങൾ പുറത്തെന്തെടുക്ക? നിങ്ങൾ മാളത്തിലല്ലേ ഇരിക്കാറ്? വാ, ഉള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറയാം. ഇതിനു മുമ്പൊക്കെ നമ്മൾ മാളത്തിൽ തന്നെ ആയിരുന്നു. അതിനിടയ്ക്ക് ഒരു കാലമാടം വന്ന് എന്റെ മാള മൂടിക്കളഞ്ഞ്. കാലമാടൻ എന്ന പേരിൽ ഒരു ജീവി ഉണ്ടെന്ന് സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഹൈ, ഒരു വളിച്ച കോമഡി കൊണ്ട് വന്നിരിക്കവൻ. മരമണ്ടൻ. നല്ലൊരു അടിപൊളി സ്ഥലത്തായിരുന്നു എന്റെ മാളം. മാളത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞ നേരെ ബാറ. നിങ്ങളുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മെനിക്യൂറും അല്ല പെഡിക്യൂറും അല്ല. അപ്പൊ പിന്നെ സെലൂണും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അയ്യോ, പണ്ട് എനിക്കൊരു കൈയില്ലാത്ത കുറവായി തോന്നിട്ടില്ല. സംശയമുണ്ടോ? ഇത് വളരെയധികം ചെറുതാണ്. ഇത് നമ്മളെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും ബണ്ണി? എങ്കിൽ പിന്നെ നിങ്ങളത് വലുതാക്കിക്കോളാൻ. എന്നാ ശരി, നമുക്ക് പാമ്പ് ചേട്ടന് ഇതിലും നല്ലൊരു മാളം ഉണ്ടാക്കി കൊടുക്കാം. ഇതിലും നല്ലൊരു മാളം ഉണ്ടാക്കി കൊടുക്കാം. ഊഷ്. ഇതെന്താ ഉപ്പ മറ്റുമാണോ? പാമ്പുകളുടെ മാളത്തിന് വാതിലുണ്ടാവില്ല. സംശയമുണ്ടോ? കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ദേ നോക്ക്, നിങ്ങളുടെ മാളം ഇപ്പോൾ ക്ലിയർ ആണ്. അടികൈ. മാളമൊക്കെ ക്ലിയറായി. ഇനി വല്ലവനും വന്ന് വലിച്ചെടുത്ത് പുറത്തിടാണ്ടിരുന്നാ മതി. ഓശോ. ആശ്. കുറച്ചിതേ ഇങ്ങോട്ട് കൂടി ഒന്ന് തിരിയേ. ഞാനൊരു തമാശ പറഞ്ഞതാ. തമാശ തമാശ. നിങ്ങൾ അവനെ മറന്നേക്ക്. അല്ലല്ല, ഞാൻ അവനെ മറന്നേക്ക്. അല്ലല്ല, നിങ്ങൾ അവനെ മറന്നേക്ക്. അല്ല, ഞാൻ അവനെ മറന്നേക്ക്. അല്ല, നമ്മൾ അവനെ മറന്നേക്ക്. ആരെങ്കിലും അവനെ മറന്നേക്ക്. എല്ലാം മൊത്തത്തില് കൺഫ്യൂഷൻ ആയിരിക്കുകയാണല്ലോ. നിങ്ങൾ ആരാണ് സാർ? അതെ, ഇവനായി എന്റെ മാള മൂടിക്കളഞ്ഞത്. എന്റെ അവന്റെ കാരണവന്മാർ തമ്മിലായിരുന്നു ശത്രുത. ഇപ്പോഴും ആ ശത്രുത ഇവൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അല്ലല്ല, നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ. എന്ത്? ഇതാണ് എന്റെ മണ്ണമ്മ. ഇല്ലല്ല, എന്റെ മണ്ണെണ്ണ. ഇല്ലല്ല, വല്ലാത്ത കൺഫ്യൂഷൻ ആണല്ലോ. ഉത്തരം വേണമെങ്കിൽ എന്റെ കൂടെ വരൂ. ഇഷോ. യാ. കോൺക്രീറ്റ് ഇതാണ് നല്ലത്. ഇഷോ. അയ്യോ, പിശ് പിശ്. ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ആ പിശ് പിശ്. ഓസ്.
Peace. Peace. ഓയ്. ഒരു മിനിറ്റ് അവിടെ തന്നെ നിൽക്ക്. അയ്യോ ആ, ആ. അയ്യോ നിന്നെ കൊണ്ട് വലിയ ശല്യമാ. എന്തായാലും ഞാൻ തന്നെ ഒരു കടുക്കൈ ചെയ്യേണ്ടി വരും. ഓസ്. ഹാഷ്, ഹാഷ്. I know, എനിക്കറിയാം കൈയില്ല. വായിക്കിടക്കണ നാക്കുകൊണ്ട് എന്തുവേണേലും പറയാലോ. ആ, ഈ മണ്ണ് എന്റേതാണ്. അല്ലല്ല, ഈ മണ്ണ് എന്റെ കുഞ്ഞമ്മയുടെയാണ്. അല്ലല്ല, ഈ മണ്ണ് എന്റെ അമ്മയാണ്. ആ, നോക്ക്. അല്ലടാ നമ്മളിതിപ്പോ എങ്ങോട്ടാടേ പോകുന്നേ? നമ്മൾ കാട്ടിലേക്ക് ടൂർ വന്നതാണോ അതോ ചുറ്റിത്തിരിയാൻ വേണ്ടി വന്നതാണോ? വഴി അറിയില്ലെങ്കിൽ നമുക്ക് മാപ്പ് നോക്കാം. ഹണി, നിന്നോട് ബാഗിൽ മാപ്പ് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞായിരുന്നില്ലേ? അത് വെച്ചോ നീ? ആ, ഓക്കേ. അടിപൊളി. എന്നാ ബാഗിൽ നിന്ന് ആ മാപ്പിംഗ് എടുത്ത്. അതിന് ബാഗ് വീട്ടിലല്ലേ? നീ മാപ്പ് ബാഗിൽ ഇടാനല്ലേ പറഞ്ഞുള്ളൂ. ആ ബാഗ് എടുത്ത് കാറിൽ വെക്കാനൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. എടാ, ഇവനെ ഇന്ന് ഞാൻ എടാ മതി, വഴക്കൂടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ കരടിയോട് ചോദിക്കാം. ഞാൻ വരുവാനിയാ, ഞാൻ വരുവാ. വന്നതിൽ വളരെ സന്തോഷം. ഞാൻ വന്നോനിയാ, ഞാൻ വന്നനിയാ. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. ആ പറ, ഞാനിതാ വന്നിരിക്കുന്നു. ആ പറഞ്ഞോളൂന്നേ. ഞങ്ങൾ ഈ കാട്ടിൽ പെട്ടുപോയി. പുറത്തേക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരാവോ? ആദ്യം വലത്തോട്ട് പോയിട്ടാ പിന്നെ ഇടത്തോട്ട് പോകണം. അതിനുശേഷം താഴോട്ട് പോയ നാലും കൂടി ഒരു ജംഗ്ഷൻ വരും. അവിടെ നേരെ പോയ ഗുണ്ടൂർ, വലത്തോട്ട് പോയ സിംഗൂർ, പിന്നെ ഇടത്തോട്ട് പോയ മക്കൻപോർ. പിന്നെ പിന്നെ ഞാൻ വന്നോനിയാ, ഞാൻ വന്നു. നിങ്ങൾക്കറിയോ, ഇന്ന് ഞാൻ മലമുകളിയും താഴേക്ക് ചാടിയാനിയാ. അപ്പൊ പുറകെ നിന്ന് അച്ഛൻ വിളിച്ചു, തിരിച്ചു വരാൻ പറഞ്ഞു. പിന്നെ പിന്നെ ഞാൻ തിരിച്ചു വന്നനിയാ, തിരിച്ചു വന്നു. ഇവന്റെ പിരി എവിടെയൊക്കെയോ ലൂസ് ആയിരിക്കുമെന്ന് തോന്നുന്നേ. നീ വണ്ടി എടുക്കണ വണ്ടി. There I go, there I go. No idea, where I go. എന്റെ ഐഡിയ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. വാട്ട് ആൻ ഐഡിയ. സോറി. സോറി പറഞ്ഞതാ ഈ 5 ആമകളും കൂടി. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, ഇതല്ല ഇതിനപ്പുറം കാണേണ്ടി വരും. ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു ഡിസ്കോയിലായിരുന്നു ജോലി. അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് ശീലമായി പോയതാ. ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും അത് വേണം. Say H. Say E. Say L. Say P. Say P. Say L. എന്തിനാ 2 പ്രാവശ്യം പി പറഞ്ഞത്? എല്ലും കുറച്ച് കൂടുതൽ വേണ്ടതല്ലേ? പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്റെ അനിയൻ രാമേശ്വരം നടന്ന് മലയുടെ അങ്ങേ താഴ്വാരത്തിൽ വീണുപോയി. കുന്നിന് മുകളിലെ മൃഗങ്ങൾ എന്നെ ആ വഴിക്ക് പോകാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതെന്താ അവന്മാരങ്ങനെ വിടാതിരുന്നത്? കാട് അവന്റെയൊക്കെ കുടുംബ സ്വത്താണോ? അല്ല പിന്നെ. അവന്മാര് ചില്ലറക്കാരല്ല, കാട്ടുമൃഗങ്ങളാ. മനസ്സിലായി. ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ ആമേശ്വരനെ കണ്ടുപിടിക്കാൻ തീർച്ചയായും നിന്നെ സഹായിക്കും. Say T. Say H. Say A. ഇതെന്താണ്? OTP ആണ്. ക്യാബ് വിളിച്ചിട്ടുണ്ട്. അതിൽ കയറി അങ്ങ് വന്നാ മതി കേട്ടോ. നിന്നെ പോലെ പതുക്കെ നടക്കാൻ എനിക്ക് പറ്റില്ല. നിന്റെ തോടിന് ഭയങ്കര ഭാരോ. അല്ലെങ്കിൽ തന്നെ നീ നടക്കുമ്പോ ഒച്ച എഴുതുന്ന പോലെ തോന്നുന്നത്. നിന്റെ ഈ തോട് OLX-ൽ കൊടുത്തൂടെ നിനക്ക്? സോറി, ഇത് വിൽക്കാൻ പറ്റില്ല. കൊടുത്തേക്കെന്നേ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലല്ലോ.
Say O, say I. Ah. സെൽഫി ടൈം. ജസ്റ്റ് ചിൽ ഗേൾസ്. ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം. ചിൽ ചിൽ എന്ന് ചിലച്ചുകൊണ്ട് പറക്കുന്ന ഞാനും പിന്നെ 24 അതേഴ്സും ഫേസ്ബുക്കിൽ അപ്ലോഡ്. പ്രതിഭയാണ് നീ, പ്രതിഭാസമാണ് നീ. ഈച്ചയല്ല, പൂച്ചയല്ല, പുലിയാണ് നീ. നമ്മുടെ സങ്കേതത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇവനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്നൊരു പഴഞ്ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് നമുക്ക് ഫോളോ ചെയ്യാം. അർജുൻ, അടിയവനെ. ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഈ ആമയുടെ ഭാഗത്തേ അല്ല. എന്റെ കൂട്ടുകാരെ, നമ്മൾ എപ്പോഴും കള്ളം പറയുന്നത് നമുക്ക് പേടിയുള്ളവരോടാണ്. ഞങ്ങൾ കുറച്ചു പേരല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിതാ ഇവരുമായിട്ടുള്ള കൂട്ടങ്ങ് വിട്ടോളാം. ഇവർക്ക് എവിടേക്കാണോ പോകേണ്ടത് ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങൾ അവിടെ കൊണ്ട് ചെന്നാക്കാം. സംശയമുണ്ടോ? ഞങ്ങൾക്ക് മാപ്പ് തരൂ. Say dishum, say dishum, say check, check, say pack, pack, say pack. സ്വന്തം അനിയനെ കാണാൻ ചേട്ടനെ സമ്മതി